വൃദ്ധൻ പൂച്ചയെ കുറച്ചു തവണ വളർത്തി അടുത്ത സെക്കൻഡിൽ ഒരു അത്ഭുതം സംഭവിച്ചു. അവൻ തൽക്ഷണം 30 വയസ്സ് ചെറുപ്പമായി. ഇതൊരു ലൈഫ് എക്സ്ചേഞ്ച് ഡീലിന്റെ ഭാഗമാണെന്ന് തെളിഞ്ഞു. അവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ ആയുസ് നിങ്ങൾ വ്യാപാരം ചെയ്യുന്നു. നരച്ച മുടിയുള്ള മൂപ്പൻ ഒരിക്കലും അത്യാഗ്രഹിയാകരുതെന്ന് ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകി. അവൻ എഴുന്നേറ്റ് വൃദ്ധനോട് യാത്ര പറഞ്ഞു. പക്ഷേ മൂപ്പൻ അമ്പരന്നു. ഇതെല്ലാം വെറും തമാശയാണെന്ന് കരുതി. പെട്ടെന്ന് ഒരു പൂച്ച അവന്റെ കൈകളിലേക്ക് ചാടിക്കയറി. അവൻ പൂച്ചയെ യാദൃച്ഛികമായി തലോടി. കുറച്ച് സ്പർശനങ്ങൾക്ക് ശേഷം അഭൂതപൂർവമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അവന് ശ്വാസം കിട്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവൻ പൂച്ചയെ ഭ്രാന്തമായി വളർത്താൻ തുടങ്ങി. അതിശയകരമെന്നു പറയട്ടെ, അദ്ദേഹം തന്റെ 30 കളിൽ ഒരു ഭ്രാന്തനായി രൂപാന്തരപ്പെട്ടു. എന്നാൽ ഈ മാറ്റം അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല. അവൻ പൂച്ചയെ ഒരു കസേരയിൽ അമർത്തി വന്യമായി തലോടുന്നത് തുടർന്നു. ഇത്തവണ അദ്ദേഹം 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായി മാറി. എന്നാൽ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അടിത്തട്ടില്ലാത്ത കുഴിയാണ്. നിർത്താൻ മനസ്സില്ലാതെ അയാൾ വീണ്ടും പൂച്ചയുടെ നേരെ വിരൽ ചൂണ്ടി. പേടിച്ചരണ്ട പൂച്ച ഓടിപ്പോയി. അവൻ അതിനെ പിന്തുടർന്നു. എന്നാൽ പൂച്ച ഇതിനകം ഒരു സൂചനയുമില്ലാതെ അപ്രത്യക്ഷമായിരുന്നു. അപ്പോഴാണ് തെരുവിന് കുറുകെ ഒരു ബാർ അയാൾ ശ്രദ്ധിച്ചത്. ശരീരത്തിലെ ഹോർമോണുകളുടെ വർധനവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ബാറിലേക്ക് നടന്നു. അതേസമയം പൂച്ച വൃദ്ധന്റെ വീട്ടിലേക്ക് ഒളിച്ചോടി ഭാര്യയുടെ കൈകളിലേക്ക് ചാടിക്കയറി. സുന്ദരിയായ വൃദ്ധ അതിനെക്കുറിച്ച് അധികമൊന്നും ചിന്തിച്ചില്ല. ശാന്തമായി അവളുടെ പുസ്തകം വായിച്ചു. എന്നിരുന്നാലും അവളുടെ കൈകൾ അറിയാതെ പൂച്ചയെ വളർത്താൻ തുടങ്ങി. അവൾ ദിവസം മുഴുവൻ അതിനെ തലോടിക്കൊണ്ടിരുന്നു. അന്നു വൈകുന്നേരം ബാറിലെ സമയം കഴിഞ്ഞ് ആഹ്ലാദഭരിതനായി ആ മനുഷ്യൻ വീട്ടിലേക്ക് മടങ്ങി. അയാളെ അതിശയിപ്പിച്ചുകൊണ്ട് മുമ്പത്തെ അതേ പൂച്ചയെ ആവേശഭരിതനായി കണ്ടു. അവൻ അത് പിടിക്കാൻ ശ്രമിച്ചു. നേർത്ത വായുവിൽ പിടിക്കാൻ മാത്രം. ഒരുതരം ഭയം അയാളെ ഗ്രസിച്ചു. അയാൾ വേഗത്തിൽ തിരിഞ്ഞ് ഭാര്യയുടെ അടുത്തേക്ക് ഓടി. ഒരു നിമിഷത്തിനുള്ളിൽ അവൾക്ക് 40 വയസ്സ് പ്രായമായതായി കണ്ടെത്തി. അവളുടെ ചുളിഞ്ഞ മുഖം കണ്ട് ആ മനുഷ്യന് പശ്ചാത്താപം നിറഞ്ഞു. പക്ഷേ വളരെ വൈകിപ്പോയി. ഇത്രയും കാലം അവന്റെ കൂടെ നിന്ന് ആ സ്ത്രീ എന്നേക്കുമായി കണ്ണടച്ചിരുന്നു.